ഷോപ്പിഫൈയുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് നിങ്ങൾ പല വെബ്സൈറ്റുകളിലും കണ്ടിട്ടുണ്ടാകും ഇതുപോലെ ഒരു റിവാർഡ്സിൻ്റെ ആപ്പ്. അതായത് നമുക്ക് ഓരോ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആ വെബ്സൈറ്റിൽ നിന്ന് കുറച്ച് പോയിൻറ്റ്സ് ലഭിക്കുകയും ഈ പോയിൻറ്റ്സ് ഉപയോഗിച്ച് കൂപ്പൺസ് പർച്ചേസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ആകുന്ന ഒരു ആപ്പ്. അപ്പോൾ ഇങ്ങനെ ഒരു ആപ്പ് നമ്മുടെ വെബ്സൈറ്റിലുള്ളത് ഒരു ലോങ് ടൈം നമുക്ക് കസ്റ്റമറെ നമ്മുടെ വെബ്സൈറ്റിലോട്ട് റിട്ടേൺ ചെയ്യാനും ഒരു കസ്റ്റമറെ റിപ്പീറ്റായിട്ട് നമ്മളെ വെബ്സൈറ്റ് തന്നെ ഫോളോ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പാണ്. അപ്പോൾ ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം ഇത് എന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, ഗ്ലോയി ലോയൽറ്റി പോയിൻറ്റ്സ് ആൻഡ് റിവാർഡ്സ്. ഇത് നിങ്ങളുടെ ഷോപ്പിഫൈ ആപ്പ് സ്റ്റോറിൽ പോവുക, ഈ നെയിം സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഷോപ്പിഫൈ ആപ്പ് സ്റ്റോറിൽ തന്നെ ഒരുപാട് റിവാർഡ്സ് പോയിന്റ് ആപ്പ് ഉണ്ട്, ബട്ട് എല്ലാം മെജോറിറ്റിയും പെയ്ഡ് ആണ്, അല്ലെങ്കിൽ അവരുടെ അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. സോ കംപ്ലീറ്റ്ലി ഫ്രീ ആയ ഒരു ആപ്പാണ് ഈ ഒരു ആപ്പ് വരുന്നത്. ഇത് ഇന്ന് പെയ്ഡ് പ്ലാൻ ഇല്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇത് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും ഇതിൽ മറ്റ് അഡ്വർടൈസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ആക്ച്വലി നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് മാത്രമേ ഇതിൽ മെൻഷൻ ആവുന്നുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഇൻസ്റ്റാളിങ് അതുപോലെ തന്നെ ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്കറിയാൻ ഇത് ഓരോ ആൾക്കാർ എത്ര പോയിൻറ്റ്സ് റിവാർഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ആൾക്കാർ റെഡീം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. അതായത് ഈ കസ്റ്റമർ എത്ര പേര് ഇതിൽ സൈനപ്പ് ചെയ്തിട്ടുണ്ട്, എത്ര പോയിൻറ്റ്സ് ഓരോ ആൾക്കാർക്ക്, ഇതെല്ലാം നമുക്കിതിൽ അറിയാനായിട്ട് കഴിയും. ഇനി റിവാർഡ്സ് പ്രോഗ്രാമിലോട്ട് വന്നാൽ നമുക്കിനി ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഞാനിപ്പോൾ ഇതിൽ സെറ്റ് ചെയ്യുന്നത് ഓരോ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴും ഒരു പോയിന്റിന് ₹1 എന്ന കണക്കിന്. അപ്പോൾ നമുക്ക് 200 പോയിന്റ് ആകുമ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് 200 പോയിന്റ് കൊടുക്കുക. അതുപോലെ തന്നെ ബർത്ത്ഡേ ആകുന്ന ആ ഡേ ഉള്ളവർക്ക് 2000 പോയിന്റ് കൊടുക്കുക. സൈനപ്പ് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒരു 200 പോയിന്റ് കൊടുക്കുക. ഒരാളെ റെഫർ ചെയ്താൽ 500 പോയിന്റ് കൊടുക്കുക. പക്ഷേ നമ്മൾ ഇതിനൊരു കണ്ടീഷൻ കൊടുക്കുക. കാരണം ഒരു 500 പോയിന്റിന് ₹500 നമ്മൾ കൊടുത്ത് ജസ്റ്റ് റാൻഡം കൊടുത്താൽ നമുക്ക് അതൊരു ഗുണമൊന്നുമില്ല. സോ അതിനൊരു പ്രത്യേകം കണ്ടീഷൻസ് കൊടുക്കുക. അതായത് നമുക്ക് ₹150 കൂപ്പൺ കിട്ടണമെങ്കിൽ മിനിമം 1500 പോയിന്റ് ആകുക. സോ ഇങ്ങനെ ഒരു കണ്ടീഷൻസ് കൂടി ഞാൻ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 300 ഓഫ് കൂപ്പൺ കിട്ടണമെങ്കിൽ നമുക്ക് 3000 പോയിന്റ് ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ആ ഒരു റെഡീം ചെയ്യാനായിട്ട് കഴിയൂ. സോ ഇങ്ങനെ ഞാൻ കുറച്ച് പോയിൻറ്റ്സിൻ്റെ കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതിൽ ഓരോ ടയറുണ്ട്, VIP, ബ്രോൺസ്, സിൽവർ എന്ന മെമ്പറെ നമുക്ക് ആഡ് ചെയ്യാം. അതും നമുക്ക് എത്ര പോയിന്റ് ആകുന്നോ അതനുസരിച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. 400 പോയിന്റ് ആവുന്ന ആൾക്കാരെ ഞാൻ സിൽവറിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. 1000 പോയിന്റ് ആകുന്ന ആൾക്കാരെ ഞാൻ ഗോൾഡ് മെമ്പറായിട്ട് ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതിന് നമുക്ക് കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ടിവിറ്റീസ് നമുക്ക് ഇതിൽ നോക്കാം, എന്തൊക്കെ ആൾക്കാർ നടത്തി, ആ പോയിന്റ് വെച്ച് ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അതുപോലെ അനലിറ്റിക്സ് നോക്കിയാൽ നമുക്കറിയാം എത്ര ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, എത്ര ദിവസം ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നൊക്കെ വരുന്നത് ബ്രാൻഡിങ്ങിലാണ്. ഇവിടെ കസ്റ്റമൈസ് ചെയ്യാം. അതായത് നമ്മുടെ ഇപ്പം അവിയാന ഡെക്കെയറിൻ്റെ കളർ ടോൺ വരുന്നത് ഈ ഒരു കളർ ടോൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ കളർ ടോൺ ഏതാണോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് 2 കളർ ടോൺ ഇവിടെ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ്ലി നമുക്ക് ഈ ഒരു ബ്രാൻഡിങ് എന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. കളറ് വേണോ, അതുപോലെ തന്നെ പോപ്പപ്പിന് ഏത് കളർ വേണം, റൗണ്ടപ്പ് വേണോ, അതുപോലെ തന്നെ കണ്ടന്റിൽ എന്തൊക്കെ കണ്ടന്റ് വേണം, വെൽക്കം ടു നമ്മുടെ ആ ഒരു വെബ്സൈറ്റിൻ്റെ പേര്, മെമ്പർ സെലക്ഷന് ഓരോരോ ഓപ്ഷൻ ഉണ്ട്, ഇതെല്ലാം കൊടുക്കാനായിട്ട് കഴിയും. ഇനി സെറ്റിങ്സിൻ്റെ അകത്ത് ആക്ച്വലി ഇതിലൊരു ഫ്രീ പ്ലാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ചില സമയങ്ങളിൽ ഒരു പോപ്പപ്പ് വരും, നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിരിക്കാം, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻ്റ് ഒന്നും കാണരുതെന്ന്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇത് ലൈഫ് ടൈം ഫ്രീ ആയിരിക്കാം. ഇനി ഇമെയിൽ കോൺഫിഗറേഷൻ, ഇങ്ങനെയൊക്കെ ഇതിൽ സെറ്റിങ്സ് വരുന്നുണ്ട്. ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് നമുക്ക് ഷോപ്പിഫൈ ഫ്ലോ ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതായത് ഷോപ്പിഫൈ ഫ്ലോ യൂസ് ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി നമുക്ക് ചില കണ്ടീഷൻസ് ഉണ്ടെന്ന് വയ്ക്കാം. അതായത് ആദ്യമായിട്ട് ഇതിൽ 1000 പോയിന്റ് ആവുന്നവർക്ക് ഒരു ഇമെയിൽ പോകണം, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഷോപ്പിഫൈ ഫ്ലോ ഉപയോഗിച്ച് ഇത് ആഡ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ആപ്പ്. അപ്പോൾ നമ്മുടെ ഒരു വെബ്സൈറ്റിൽ നമുക്കൊരു കസ്റ്റമറെ ലോങ് ടൈം റിട്ടേൺ ചെയ്യാനായിട്ട് ഈ റിവാർഡ്സ് പോയിന്റ് ആപ്പ് എല്ലാവരും യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ ഷോപ്പിഫൈയിലെ ഉപകാരപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.